ലോകത്തിന് ചുറ്റുമുള്ള 7 അത്ഭുതങ്ങൾ, 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് ഏതൊക്കെയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മളത് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുള്ളതുമായിരിക്കാം. എന്നാൽ വിശ്വവിഖ്യാതനായ സയന്റിസ്റ്റ്, ദ ജീനിയസ് സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ 8ാമത്തെ അത്ഭുതം, ദ 8th വണ്ടർ ഇൻ ദ വേൾഡ്, കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് കോമ്പൗണ്ടിങ് എഫക്ട്, എന്തുകൊണ്ടാണ് കോമ്പൗണ്ടിങ് എഫക്ട് ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. എന്റെ കഴിഞ്ഞ വീഡിയോ ദ റൂൾ ഓഫ് 72, പണം എങ്ങനെ ഇരട്ടിപ്പിക്കാം എന്ന എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ കമന്റ് സെക്ഷനിൽ കുറെ പേര് വന്ന് കമന്റ് ചെയ്തത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കോമ്പൗണ്ടിങ് എഫക്ട് എന്നൊരു കാര്യത്തെ പറ്റി ഒത്തിരി ക്ലാരിറ്റി കുറവ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, കോമ്പൗണ്ടിങ് എഫക്റ്റിനെ പറ്റി മനസ്സിലാക്കാനും ഇത് എങ്ങനെ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എന്നുള്ളത് അറിയാനുമായിട്ട്. മാത്രമല്ല എപ്പോഴത്തെ പോലെയും കുറച്ച് നല്ല എക്സാമ്പിൾസും ഞാനിതിൽ തരുന്നതാണ്. ഒരു കാര്യം എനിക്ക് ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹമുള്ളത്, ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കോമ്പൗണ്ടിങ് എഫക്ട് എന്ന ആ ഒരു കാര്യത്തിന്റെ എക്സ്പ്ലനേഷനെ പറ്റിയാണ്, അതിന്റെ ആ ഒരു എഫക്റ്റിനെ പറ്റിയാണ്, ഒരിക്കലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റിയോ പലിശയോ പറ്റിയല്ല. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, ഇതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു അനദർ വീഡിയോ. കോമ്പൗണ്ടിങ് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കോമ്പൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നൊന്ന് നോക്കാം. കോമ്പൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പറയുന്നത്, കോമ്പൗണ്ടിങ് റെഫേഴ്സ് ടു ദ ഇൻക്രീസിംഗ് വാല്യൂ ഓഫ് സംതിങ് ഡ്യൂ ടു ദ വാല്യൂ ഏൺഡ് ഓൺ ബോത്ത് ദ പ്രിൻസിപ്പൽ ആൻഡ് ദ അക്യൂമുലേറ്റഡ് വാല്യൂ. അതായത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നതാണ്. കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ നമുക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ടാകും, അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ നമുക്ക് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. അതിന്റെ പുറത്ത് ഒരു പെർസെന്റേജ് എന്ന നിലയിൽ ഈ പ്രിൻസിപ്പലിന്റെ പുറത്ത് കുറച്ച് വാല്യൂ ആഡ് ആയി. ഈ പ്രിൻസിപ്പലിന്റെ ഒരു ഫിക്സ്ഡ് പെർസെന്റേജ് ആയിട്ട് ഒരു വാല്യൂ അതിന്റെ പുറത്ത് ആഡ് ആയി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വാല്യൂ ആഡ് ആകുന്നതും ആ ഒരു ഫിക്സ്ഡ് പെർസെന്റേജ് ആണെങ്കിലും ആ വാല്യൂ ആഡ് ആകുന്നത് ഈ പ്രിൻസിപ്പിൾ മാത്രമല്ല, ആ വാല്യൂ ആഡ് ആകുന്നത് പ്രിൻസിപ്പൽ പ്ലസ് ആദ്യം അക്യൂമുലേറ്റ് ചെയ്ത ആ ഒരു വാല്യൂയുടെ പുറത്താണ് ഈ അടുത്ത വാല്യൂന്റെ ആ ഒരു ഫിക്സ്ഡ് പെർസെന്റേജ് ആഡ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ഇതൊരു വളരെ വലിയ എമൗണ്ട് ആകുന്നു. ഈ അക്യൂമുലേഷൻ പോകുമ്പോൾ മുകളിലേക്ക് പോകും തോറും, സമയം കൂടും തോറും ഇത് എക്സ്പോണൻഷ്യൽ രീതിയിൽ ഇത് ഗ്രോ ചെയ്യുന്നു. അതായത് ഇതൊരു ലീനിയർ ഗ്രോത്ത് അല്ല കാണാൻ പറ്റുന്നത്, കോമ്പൗണ്ടിന്റെ എഫക്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അപ്പോൾ ഇതിന്റെ ഗ്രാഫുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് സമയം കഴിയും തോറും ഇത് വളരുന്നതിന്റെ ഈ ഒരു സ്പീഡ് കൂടി വരുന്നു. വളരുന്നതിന് മാത്രമല്ല എന്നുള്ളതാണ് അവിടെ ഒരു ക്യാച്ച്. കോമ്പൗണ്ടിങ് എഫക്ട് നടക്കുന്നത് ഗ്രോ ചെയ്യുമ്പോൾ മാത്രമല്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഫിക്സ്ഡ് പെർസെന്റേജിലോ അല്ലെങ്കിൽ ഒരു കാര്യം താഴോട്ട് പോവുകയാണെങ്കിൽ പോലും വിത്ത് ടൈം അത് കോമ്പൗണ്ട് ആയി തകരാനുള്ളതിന്റെ ചാൻസസും തകരാനുള്ളതിന്റെ സ്പീഡും എക്സ്പോണൻഷ്യലി തന്നെ കൂടുന്നതായിരിക്കും. അപ്പോൾ കോമ്പൗണ്ടിങ്ങിന്റെ പവർ എന്താണ് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ആക്ച്വലി ഇതൊരു എക്സാമ്പിൾ അല്ല, ഒരു കഥയാണ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ കേട്ടിട്ടുള്ള ഒരു കഥയുമായിരിക്കാം. ഈ കഥ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പണ്ട് ഒരു രാജ്യത്ത് ഒരു ധനികനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ ധനികൻ മാത്രമായിരുന്നില്ല, ഒരു വളരെ ദാനശീലനായ ഒരു ജനറസ് ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു. അതേ രാജാവിന്റെ പ്രിസണിൽ ഒരു കള്ളൻ ഉണ്ടായിരുന്നു, ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു. ആ ക്രിമിനലിനെ തൂക്കിക്കൊല്ലാനായിട്ടുള്ള ഡേറ്റ് അടുത്ത് വന്നപ്പോൾ രാജാവ് ആ ക്രിമിനലിനെ വിളിപ്പിച്ചു. അപ്പോൾ ക്രിമിനൽ വരികയാണ്, ആ കള്ളൻ വരികയാണ് രാജാവിന്റെ ദർബാറിലേക്ക്. രാജാവിന്റെ മന്ത്രിമാരും അവിടെ സഭയിലുള്ള എല്ലാവരും അവിടെ അപ്പോൾ പ്രസന്റ് ആയിരുന്നു. ആ ഒരു സമയത്ത് രാജാവ് അവിടെ ഇരുന്ന് ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സമയത്താണ് കള്ളൻ രാജാവിന്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലുന്നത്. രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അന്ത്യാഭിലാഷം, നിനക്ക് എന്താണ് വേണ്ടത്, എന്ത് തന്നെ ചോദിച്ചോളൂ, ഞാൻ നിനക്ക് തരുന്നതായിരിക്കുമെന്ന്. കള്ളൻ അറിയാം എന്ത് ചോദിച്ചാലും കിട്ടും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കള്ളൻ അറിയാം തന്നെ തുറന്നു വിടാനോ അല്ലെങ്കിൽ അതുപോലെ വളരെ വലിയ ആഗ്രഹങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല എന്നും കള്ളൻ അറിയാം. അപ്പോൾ കള്ളൻ ഒന്ന് ആലോചിച്ചു നോക്കി. കുറച്ചു നേരം ആലോചിച്ചിട്ട് കള്ളൻ പറഞ്ഞു, ഞാൻ മരിച്ചു പോയാലും എന്നെ തൂക്കിക്കൊന്നു കഴിഞ്ഞാലും എന്റെ ഫാമിലിക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു പോകാനുള്ള വക ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ് തന്റെ അന്ത്യാഭിലാഷം എന്ന് കള്ളൻ പറഞ്ഞു. അത് കേട്ട രാജാവ് വളരെ ഹാപ്പിയായി. രാജാവ് പറഞ്ഞു, ഇതൊരു ചെറിയ വിഷയല്ലേ, വളരെ ഈസി ആയിട്ട് നടത്തി തരാൻ പറ്റുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് ചെയ്യേണ്ടത്, എന്ത് ഫുഡ് ഐറ്റം ആണ്, അത് എങ്ങനെയാണ് നിനക്ക് നിന്റെ ഫാമിലിക്ക് ലീവ് ചെയ്യേണ്ടത് എന്ന് രാജാവ് ചോദിക്കുന്നു. അപ്പോൾ ആ ബുദ്ധിമാനായ കള്ളൻ പറയുന്നു, താങ്കൾ ഇപ്പോൾ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ചെസ്സിന്റെ ആ ഒരു ചെസ് ബോർഡില് 64 കളങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്റെ ആഗ്രഹം ഇത്ര മാത്രമാണ്, ആദ്യത്തെ ആ ഒരു കളത്തിൽ, ആദ്യത്തെ ആ ഒരു ചതുരത്തിൽ ഒരു അരിമണി വെക്കുക, അടുത്ത കളത്തില് അത് ഡബിൾ ചെയ്തിട്ട് 2 അരിമണി വെക്കുക, അടുത്ത ചതുരത്തിൽ അടുത്ത കളത്തില് അതിനെയും ഡബിൾ ചെയ്തിട്ട് 4 അരിമണി വെക്കുക. അങ്ങനെ ഓരോ കളത്തിലേക്കും അരിമണിയെ ഡബിൾ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 64 കളത്തിലേക്കും ഡബിൾ ചെയ്ത് വെച്ചിട്ട് അതിൽ എത്രമാത്രം അരിമണി
ടോട്ടൽ വരുന്നുണ്ടോ ആ അരിമണി എനിക്ക് തരിക, എന്റെ ഫാമിലിക്ക് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കള്ളൻ രാജാവിനോട് പറയുന്നു. അത് കേട്ട് രാജാവ് പറഞ്ഞു, നീ പിന്നെയും വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്റെ അടുത്ത് ആവശ്യപ്പെടുന്നത്, ഇതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെ മന്ത്രിയെ വിളിക്കുകയാണ്. പറയുകയാണ്, ഈ പറഞ്ഞ കാര്യം അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊള്ളൂ, അരി അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ വെച്ച് ഡബിൾ ചെയ്ത് കൊടുത്തുകൊള്ളൂ എന്നും രാജാവ് പറയുന്നു. പിന്നെയാണ് ആക്ച്വൽ കാര്യം തുടങ്ങുന്നത്. ആദ്യത്തേതിൽ 1 വെച്ചു, രണ്ടാമത്തേതിൽ 2 വെച്ചു, മൂന്നാമത്തേത് 4 വെച്ചു, അഞ്ചാമത്തേതിൽ 16 വെച്ചു, 10ാമത്തെ കളത്തിൽ 512 അരിയും വെച്ചു. അപ്പോഴും എല്ലാം രാജാവ് നോക്കി നിൽക്കുകയാണ്. ഈസി ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ആദ്യം വന്ന് ഒരു ചാക്ക് അരി ഇപ്പോഴും തീർന്നിട്ടുമില്ല. പക്ഷേ കളങ്ങൾ കൂടുന്തോറും അരിയുടെ എമൗണ്ടും കൂടി വന്നു. 10ാമത്തെ കളത്തിൽ വെക്കേണ്ടി വന്നത് വെറും 512 അരിമണിയാണെങ്കിൽ 20ാമത്തെ കളമായപ്പോഴും അതിൽ വെക്കേണ്ടി വന്നത് 5.5 ലക്ഷം, ഓൾമോസ്റ്റ് ഒരു 5.5 ലക്ഷം അരിമണികളാണ്. അങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ റേറ്റിൽ അത് കൂടിക്കൊണ്ടിരുന്നു. 25ാമത്തെ സെല്ലിൽ വെക്കേണ്ടി വന്നത് 1.5 കോടി അരിമണിയാണ്. അതുപോലെ 32ാമത്തെ കളമായപ്പോഴേക്കും വെക്കേണ്ടി വന്നത് ഓൾമോസ്റ്റ് 214 കോടി അരിമണികളാണ്. ചാക്ക് കണക്കിന് അരികൾ വന്നുകൊണ്ടിരുന്നു. 32ാമത്തെ ചതുരമായപ്പോഴേക്കും ഇനി കൊണ്ടുവരാൻ അരി ഇല്ല എന്നുള്ള അവസ്ഥയായി. അല്ലെങ്കിൽ ഇനിയും അരി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പകുതി ചെസ് ബോർഡ് വരെ എത്തിയിട്ടുള്ളൂ. 32 ആയപ്പോഴേക്കുമാണ് 214 കോടി ഒരു കളത്തിൽ വെക്കേണ്ടി വന്നത്. അപ്പോൾ രാജാവിന് മനസ്സിലായി, ഇനി ഇത് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ 64 ആകുമ്പോഴേക്കും, 64 അല്ല, കുറച്ചു കളങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴേക്കും തന്റെ രാജ്യം പട്ടിണിയാകും, തന്റെ ഫുഡ് റിസർവ് കംപ്ലീറ്റ്ലി തീർന്നു പോകും എന്നൊരു കാര്യം രാജാവിന് മനസ്സിലാക്കുന്നു. അങ്ങനെ രാജാവ് ആ കള്ളനെ വിളിച്ചിട്ട് കള്ളന്റെ ബുദ്ധിയെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കള്ളനെ വെറുതെ വിടുകയും കള്ളന് സുഖമായിട്ട് ജീവിക്കാനുള്ള കുറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലൂടെ, ഈ ഒരു കഥയിലൂടെ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി കോമ്പൗണ്ടിങ്ങിന്റെ എഫക്ട് എന്താണ് എന്ന്. അതായത് ആദ്യമൊക്കെ നമുക്ക് തോന്നും അതിന് കാര്യമായ എഫക്ട് ഒന്നും സംഭവിക്കുന്നില്ല. ആദ്യം ഓരോന്നായിട്ട് അത് ഗ്രോ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അതിന് വലിയൊരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല, വലിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ സമയം പാസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നേരത്തെ ആ ഗ്രാഫിലും കണ്ടതുപോലെ, അത് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്നതാണ്. ഇവിടെയും നമുക്ക് കണ്ടു 10ാമത്തെ കളം കഴിഞ്ഞപ്പോൾ അത് വളരെ ശക്തമായിട്ട് ഗ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റിൽ ആദ്യം നമ്മൾക്ക് ചേഞ്ചസ് ഒന്നുമില്ല എന്ന് ഫീൽ ചെയ്യുമ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, വിത്ത് ടൈം അത് വളരെ ശക്തമായിട്ട് ഗ്രോ ചെയ്യും, അത് വളരെ ശക്തമായിട്ട് എക്സ്പ്ലോഡ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കോമ്പൗണ്ടിങ് എഫക്റ്റിന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ജിമ്മ് ചെയ്യാൻ പോകുമ്പോൾ, നമ്മൾ എപ്പോഴും ജിമ്മിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കോമ്പൗണ്ടിങ് എഫക്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതായത് ആദ്യത്തെ ദിവസം നമുക്ക് പോകുമ്പോൾ നമ്മൾ പുഷപ്പ് എടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ആദ്യ ദിവസം ചിലപ്പോൾ 5 or 10 പുഷപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അടുത്ത ദിവസം നമുക്ക് ചിലപ്പോൾ പിന്നെയും അതേ ഒരു 5 or 10 അല്ലെങ്കിൽ 11 പുഷപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ 1 or 2 ആഴ്ച കഴിയുമ്പോഴും നമ്മൾ 15 പുഷപ്പിലോ 20 പുഷപ്പോ മാക്സിമം വരെ എത്തുന്നുള്ളൂ. പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി പുഷപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ 1 or 2 മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ 50 or 100 പുഷപ്പ് എന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അത് അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല ഏതൊരു എക്സാക്ട് പോയിന്റിലാണ് എനിക്ക് ചേഞ്ച് വന്നത് എന്ന്, ഏതൊരു എക്സാക്ട് പോയിന്റിലാണ് ഞാൻ പെട്ടെന്ന് കുറെ പുഷപ്സ് എടുക്കാൻ തുടങ്ങിയത് എന്ന് എനിക്ക് കാണാൻ പറ്റില്ല. അത് പയ്യെ കോമ്പൗണ്ട് ആയിട്ട് വരുന്ന ഒരു എഫക്റ്റ് ആണ്. ആദ്യത്തെ ദിവസം കുറച്ചെടുത്ത് ഞാൻ തനിയെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തത് കൊണ്ട് മാത്രം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ കുറെ അധികം പുഷപ്സ് എനിക്ക് എടുക്കാൻ പറ്റുന്നു. ഇത് കോമ്പൗണ്ട് എഫക്റ്റിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു പുതിയ കാര്യം പഠിക്കുന്നത്, ഒരു പുതിയ സ്കില്ല് ലേൺ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. നമ്മളൊരു കംപ്ലീറ്റ്ലി ന്യൂ സ്കില്ല് പഠിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾക്ക് അതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. ഫോർ എക്സാമ്പിൾ ഒരു സ്പോർട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഞാൻ ക്രിക്കറ്റ് പഠിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ദിവസം ഞാൻ ബാറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഡെയിലി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാൻ നല്ലൊരു ബാറ്റ്സ്മാൻ ആയി മാറും. അത് എപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് എനിക്ക് അറിയുന്നുണ്ടാവില്ല, പക്ഷെ അത് തീർച്ചയായും സംഭവിക്കും. ഇതെല്ലാം ആക്ച്വലി ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നല്ലൊരു എക്സാമ്പിൾ ആണ്, എന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ട് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന്. അത് കണ്ടിട്ട് തന്നെ കുറെ പേർ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാറുമുണ്ട്, ലോങ് ടൈം എന്ന് പറയുന്നത് എന്താണ്, 5 വർഷമാണോ 10 വർഷമാണോ 20 വർഷമാണോ എന്ന്. അതിന്റെ പെർഫെക്റ്റ് മറുപടി എനിക്ക് തരാൻ പറ്റുന്നത് ഈ വീഡിയോയിലൂടെയാണ്. മ്യൂച്വൽ ഫണ്ട് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് കോമ്പൗണ്ടിങ് എഫക്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത്, ദ ലോങ്ങർ ദ ബെറ്റർ. എത്രയും കൂടുതൽ സമയത്തിലേക്ക് നിങ്ങൾക്ക്
ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതോ അത് അത്ര ശക്തമായിട്ട് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് ടൈം പാസ് ചെയ്യും തോറും അത് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്നതിന്റെ റേറ്റും കൂടിക്കൊണ്ടിരിക്കുന്നു. എത്ര കൂടുതൽ സമയത്തേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ സംഭവിക്കുന്നത് കോമ്പൗണ്ടിങ് എഫക്ട് തന്നെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. ഇനി നമ്മുടെ ജീവിതത്തിലെ ചില മോശം കാര്യങ്ങളിൽ കോമ്പൗണ്ട് ഇഫക്റ്റിന് എന്ത് എഫക്റ്റ് ആണ് ഉള്ളത്, എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് കാണാം. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ അത് സിഗരറ്റ് വലിയാണ്. സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത്, ആദ്യമായിട്ട് അവർ സിഗരറ്റ് വലിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഒരു സിഗരറ്റ് അല്ലേ ഇതിനിപ്പോ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ അവർ പയ്യെ സിഗരറ്റ് വലി തുടങ്ങുന്നു. ഡെയിലി ഒരു സിഗരറ്റ് ആകുന്നു, പയ്യെ പയ്യെ അത് ഗ്രോ ചെയ്ത് ഡെയിലി 2 സിഗരറ്റ് ആകുന്നു. അപ്പോഴും എല്ലാം അവർ സിഗരറ്റ് വലിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ബോഡിയിലോ അവരുടെ ഹെൽത്തിലോ അതിന് യാതൊരുവിധ എഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. ശരിയാണ്, നേരത്തെ നമ്മൾ കോമ്പൗണ്ടിങ് എഫക്റ്റിൽ കണ്ടതുപോലെ ആദ്യം അരിമണി വെച്ചപ്പോൾ 10 ദിവസം ആയപ്പോൾ പോലും 512 അരിമണി ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ചിലപ്പോൾ 1, 2, 3 വർഷങ്ങൾ സിഗരറ്റ് വലിക്കുമ്പോൾ വലിയ എഫക്റ്റ് ഒന്നും കാണുന്നുണ്ടാവില്ല. പക്ഷേ ലോങ് ടേമിൽ അയാളുടെ സിഗരറ്റ് വലിക്കുന്നതിന്റെ നമ്പറും കൂടുന്നു, അതിന് അയാളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എഫക്റ്റ് കോമ്പൗണ്ട് ആവുകയും ചെയ്യുന്നു. അങ്ങനെ എക്സ്പോണൻഷ്യൽ രീതിയിൽ അയാളുടെ ഹെൽത്ത് താഴേക്ക് പോവുകയാണ്. ഓരോരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ ഹെൽത്ത് ഡീറ്റീരിയേറ്റ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ കുറെ നാളുകൾ കഴിയുമ്പോൾ അത് എക്സ്ട്രപോളേറ്റ് ആയിട്ട് അത് എക്സ്പോണൻഷ്യലി വളരെ ശക്തമായിട്ട് ഹെൽത്ത് നശിച്ചു പോകുന്നതാണ് സിഗരറ്റ് വലിക്കുന്നവരുടെ കേസിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരു എക്സാമ്പിൾ. നമ്മൾ എല്ലാവരും, നമ്മളുടെ കുട്ടികളും എല്ലാം ഇപ്പോൾ ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും റെസ്റ്റോറന്റിൽ പോകുമ്പോൾ നമ്മൾ ആലോചിക്കും ഇന്നുകൂടി കുറച്ച് ജങ്ക് ഫുഡ് കഴിച്ചേക്കാം, എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുക എന്ന്. ഇതുപോലെ ഈ ഒരു ഇന്ന് നാളെ നീളെ ആയി പോകുന്നു. അങ്ങനെ അത് നീണ്ട് അത് കോമ്പൗണ്ട് ആയിട്ട് നമ്മുടെ ഹെൽത്തിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് കോമ്പൗണ്ടിങ് എഫക്ട്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മളിവിടെ സംസാരിക്കുന്നത് ഇൻട്രസ്റ്റിനെ പറ്റിയല്ല, പ്യൂർലി മണിയെ പറ്റിയല്ല എന്നുള്ളതാണ്. കോമ്പൗണ്ടിങ് എഫക്ട് എന്നുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ഒരാള് അതിന് 8th വണ്ടർ എന്ന് പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകില്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോമ്പൗണ്ടിങ് എഫക്ട് അത്ര ശക്തമായിട്ടുള്ള, അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ താല്പര്യമുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് എങ്കിൽ, ഞാൻ എന്റെ ഹൗ ടു ബി സക്സസ്ഫുൾ എന്നൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, പെർസിവറൻസ്, ഒരു കാര്യം നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് നിരന്തരമായി പരിശ്രമിക്കുന്നത് ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ അവിടെ കോമ്പൗണ്ടിങ് എഫക്ട് വരും എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന്റെ സ്കില്ലും അതിൽ നിങ്ങൾക്കുള്ള ആ ഒരു സ്കില്ലും നിങ്ങളുടെ ആ ഒരു കഴിവും കോമ്പൗണ്ട് ചെയ്ത് അത് വളരെ വലുതായി കുറെ ടൈം പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിലൊരു അഗ്രഗണ്യനായി മാറും, നിങ്ങൾ അതിൽ ദി ബെസ്റ്റ് ആയി മാറും. അങ്ങനെയാണ് നിങ്ങൾ ആക്ച്വലി സക്സസ്ഫുൾ ആവുക. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കോമ്പൗണ്ടിങ് എഫക്ട് എന്താണെന്നും കോമ്പൗണ്ടിങ് എഫക്റ്റിനെ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും, നല്ല കാര്യങ്ങൾക്ക് നന്നായി ഉപയോഗിക്കാനും മോശം കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യാനും കോമ്പൗണ്ടിങ് എഫക്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടും, ഉപകാരപ്പെടും എന്നുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എങ്കിലും എന്ത് ചോദിക്കാനുണ്ടെങ്കിലും അത് താഴെ കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ പുതിയതാണ് എങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ റെഗുലർലി ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത തവണ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.